ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെ.സി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഓണം എക്സാം നമുക്ക് അടുത്തെത്തി കഴിഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചില ഭാഗങ്ങൾ, അതായത് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള മക്കളെ, നിങ്ങൾ ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ ആകാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് വലിയ പോസ്റ്റിലേക്ക് ഭാവിയിൽ എത്താൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു കിഡിലൻ സർപ്രൈസുമായിട്ടാണ് സൈലം നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല മക്കളെ, സൈലത്തിൻ്റെ സ്കൂളിനകത്തൊക്കെ നിങ്ങൾക്ക് സൗജന്യമായി പഠിക്കാനുള്ള വലിയൊരു അവസരം എന്താണ് തുറന്നു തരികയാണ്. അതായത് ചെറിയ ക്ലാസ് മുതലേ തന്നെ നിങ്ങൾക്ക് നീറ്റ് ജെഇ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ തന്ന് നിങ്ങൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സൈലത്തിൻ്റെ വലിയൊരു ശ്രമമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സൈലം സെപ്റ്റംബർ 13 മക്കൾ ശ്രദ്ധിക്കണേ, 2025 സെപ്റ്റംബർ 13 ആ ഡേറ്റ് പ്രത്യേക ഓർമ്മയിടണം. സൈലത്തിൽ ഇതുപോലെ തന്നെ നെക്സ്റ്റ് എക്സാം എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. നിങ്ങളുടെ കാണാം നെക്സ്റ്റ് എക്സാം 2026 എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ മക്കളെല്ലാ ആൾക്കാരും 20 താഴെ കാണുന്ന QR കോഡ് എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുക, പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് വലിയ മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈലത്തിൻ്റെ സ്കൂളിനകത്തൊക്കെ സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരമാണ്. ഇതൊരിക്കലും കളയരുത്. അതാണ് ഞാൻ തരുന്ന ഏറ്റവും വലിയൊരു ആദ്യത്തെ നിങ്ങൾക്ക് തരുന്ന ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യം അതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം മക്കളെ. പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥ മാറ്റവും എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അല്ലേ, ഒരു ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്നല്ലേ, അതിലേക്കാണ് ഫസ്റ്റ് വൺ നിങ്ങൾ നോക്ക്. കമ്പയർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ടൈഗ ആൻഡ് തുന്ദ്ര ക്ലൈമാറ്റിക് റീജിയൻസ്. മക്കളെ, ടൈഗ ടണ്ട്ര കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകൾ താരതമ്യം ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കണം എന്താണ് ടൈഗ റീജൻസ് എന്താണ്, അല്ലേ. ക്ലൈമാറ്റിക് റീജൻസ് 8 നമ്മൾ പഠിച്ചിട്ടുണ്ട്, 8 കാലാവസ്ഥാ മേഖലകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 7ാമത്തേതായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതായിരുന്നു ഇത് ടൈഗ കാലാവസ്ഥാ മേഖല. അതേപോലെ തന്നെ ഇതും കൂടി ഉണ്ട്, ഈ പറഞ്ഞ ടണ്ട്ര കാലാവസ്ഥാ മേഖല നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ. അപ്പോൾ ഈ ഒരു സ്ഥലത്തുള്ള പ്രത്യേകത എന്താണ്, അത് തന്നെ ശ്രദ്ധിച്ചോ. ടൈഗ എന്ന് പറയുന്ന സമയത്ത് ഈ സ്നോ കവേർഡ് ആയിട്ടുള്ള റീജിയൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെയൊക്കെ താഴെ വരുന്ന ഒരു വെജിറ്റേഷൻ ആയിട്ടുള്ള സ്ഥലമാണ് ഇത്, ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ തുന്ദ്ര എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും സ്നോ കവേർഡ് ആയിട്ടുള്ള, കംപ്ലീറ്റ് മഞ്ഞ് മൂടപ്പെട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് ആ മാപ്പിനകത്ത്, നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു മാപ്പിനകത്ത് കാണാൻ പറ്റും, വേൾഡിനകത്ത് ഈ ഒരു ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് കാണുന്നത് കേട്ടോ. ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനത്തെ ഒരു മാപ്പില്ല, പകരം നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിലേക്ക് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഈ പറഞ്ഞ ടൈഗ ആണെങ്കിൽ ഈ ഒരു പ്രദേശത്ത്, ഈ പറഞ്ഞ ഈ ഒരു നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ ഈ ഒരു ടോപ്പിലാണ് ഇത് ടൈഗ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പോയിന്റിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണ്, ടൈഗയുടെ കുറച്ച് ഡീറ്റെയിൽസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് കമ്പാരിസൺ ചെയ്യാനാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് കമ്പയർ ചെയ്താൽ മതി. ഒന്നാമത്തത് ടൈഗയാണ്. ടൈഗയുടെ പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ, മക്കളെ ശ്രദ്ധിച്ചോ. ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ അക്ഷാംശ വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എത്രയാണ്. ഇതുപോലെ തന്നെ 55 to 70 ഡിഗ്രി നോർത്താണ്. ശ്രദ്ധിക്കണേ, ഈ പറഞ്ഞ 55 മുതൽ 70 ഡിഗ്രി വരെ എങ്ങോട്ടാണ്, വടക്കിലാണ്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, ഇത് വടക്ക് ഭാഗത്താണ് കാണുക. വടക്ക് മീൻസ് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇത് കാണുന്നത്. എന്തുകൊണ്ട് ഇത് ദക്ഷിണാർദ്ധഗോളത്തിൽ കാണുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദക്ഷിണാർദ്ധഗോളത്തിൽ ഈ ഒരു ഭാഗത്ത്, ഈ പറഞ്ഞ 55 മുതൽ 70 വരെയുള്ള ഭാഗത്തിനകത്ത് ലാൻഡ് മാസ് ഇല്ല, ലാൻഡ് ഏരിയ ഇല്ല, അതായത് കരഭാഗമല്ല. അതുകൊണ്ടാണ് ഇത് എവിടെ കാണാത്തത്, ഈ പറഞ്ഞ സദേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ കാണാത്തത് കേട്ടോ. ആലോചിച്ച് വെച്ചോളെ, അതൊക്കെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരും. ഇനി മക്കൾ ശ്രദ്ധിക്കുക, ടൈഗ എന്ന് പറഞ്ഞാൽ ടൈഗയിലെ പ്രധാനപ്പെട്ടുള്ള നമുക്ക് അവിടുത്തെ വിൻ്ററും സമ്മറും ഒക്കെ തന്നെ നമുക്ക് നോക്കണം, ടെമ്പറേച്ചറൊക്കെ നോക്കണം. മക്കളെ, അവിടുത്തെ ഷോർട്ട് സമ്മേഴ്സാണ്. അവിടെ നിങ്ങൾ നോക്കാം, ഷോർട്ട് സമ്മേഴ്സാണ്. നിങ്ങൾക്കറിയാലോ, നല്ല തണുപ്പുള്ള, അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും, വേനൽക്കാലം വളരെ കുറവായിരിക്കും. അപ്പോൾ ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാലമാണ് അവിടെ കാണാൻ പറ്റുക. അതുപോലെ തന്നെ ലോങ് വിൻ്റേഴ്സാണ്, അല്ലേ. ഈ പറയുന്നത് എന്തായിരിക്കും, ദീർഘമായ ശൈത്യകാലമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ കിട്ടുന്നത്. ഇനി അവിടുത്തെ സമ്മർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ 15 to 20 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലേ. ഈ പറഞ്ഞ സമ്മറിനകത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 15 to 20 ഡിഗ്രിയാണ്. വിൻ്റർ എന്ന് പറഞ്ഞ സമയത്ത് -13 to -25 ആണ്. -13 to -25 വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന വിൻ്റർ അല്ലെങ്കിൽ ശൈത്യകാല താപനില പോകുന്നുണ്ട്. ഇനി അവിടെ എത്ര മഴ പെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആനുവൽ റെയിൻഫാൾ അല്ലെങ്കിൽ വാർഷിക മഴ എത്രയുണ്ടെന്ന് വെച്ചാൽ 50 to 70 സെൻറ്റിമീറ്റർ ആണ് അവിടുത്തെ എന്ത് ചെയ്യുന്നത്, മഴ പെയ്യുന്നത് കേട്ടോ. ഇത് അവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി മക്കൾ നമുക്ക് പ്രധാനമായിട്ട് അവിടെ നോക്കണം, ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തുള്ളതാണ്,
സ്നോഫാൾ അല്ലെങ്കിൽ ഈ പറയുന്ന മഞ്ഞുവീഴ്ച എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്ന സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ടൈഗ ശ്രദ്ധിക്കണേ, ടൈഗയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പറയുന്ന പേര് വരാനുള്ള കാരണം എന്താണ്? ടൈഗ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റഷ്യക്കകത്ത് പ്രധാനമായിട്ടും കോണിഫറസ് ട്രീസിന് വിളിക്കുന്ന ഒരു പേരാണ് എന്ത് ടൈഗ എന്ന് പറഞ്ഞിട്ടോ. അതായത് ഈ പറയുന്ന ടൈഗ റീജിയനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മരങ്ങളാണ് ഇത് കോണിഫറസ് ട്രീസ് അല്ലെങ്കിൽ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ. ആ സ്തൂപികാഗ്ര വൃക്ഷങ്ങളെ റഷ്യക്കകത്ത് വിളിക്കുന്ന ഒരു പേരാണ് എന്ത് ടൈഗ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ മരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഈ സ്ഥലത്തിനെ എന്ത് പേരിട്ട് വിളിക്കുന്നു? ഈ മരത്തിന് റഷ്യൻ ഭാഷയിൽ വിളിക്കുന്ന ടൈഗ എന്ന് പേരിട്ടാണ് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് പറഞ്ഞത്, സ്തൂപികാഗ്ര വൃക്ഷങ്ങളെ റഷ്യൻ ഭാഷയിൽ വിളിക്കുന്ന പേരാണ് എന്ത് ടൈഗ എന്ന് വിളിക്കുന്നത് കേട്ടോ. സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. പൈന്, ഫിർ, സ്പ്രൂസ് ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ കേട്ടോ. പൈന്, ഫിർ, സ്പ്രൂസ് ഇതൊക്കെ എക്സാമ്പിളുകളാണ്. ഓക്കെ, റെഡി അല്ലേ മക്കളെ? നമ്മുടെ സാധാരണ ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറയുന്നില്ലടാ, അങ്ങനെയുള്ള മരങ്ങൾ കേട്ടോ. ഇങ്ങനെ കുത്തനെ ഇതുപോലെ തന്നെ ഇങ്ങനെ പോകുന്ന മരങ്ങളില്ലേ, അതാണ് ഇവിടെ വരിക. ഓക്കെ, റെഡി അല്ലേ? ഇനി മക്കൾ ശ്രദ്ധിക്കുക, അടുത്ത നമുക്ക് വരുന്നൊരു ഭാഗം നോക്കിക്കോളൂ. ഇവിടുത്തെ പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണ്? ആളുകളുടെ പ്രധാനമായിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? രണ്ടെണ്ണമാണ് മക്കളെ ഈ പറയുന്ന ടൈഗയ്ക്കകത്ത് ആൾക്കാരുള്ളത്. ഒന്ന് ലംബറിംഗ് ആണ്, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വൂൾ ഇൻഡസ്ട്രി ആണ്. ലംബറിംഗ് എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾക്കറിയാം മരംവെട്ടാണ്. ഈ പറഞ്ഞ വൂൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ കമ്പിളി രോമ വ്യവസായമാണ്. ഇത് രണ്ടുമാണ് ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ജോലി കേട്ടോ. അപ്പം നിങ്ങൾ നോക്കുക, ഈ പറയുന്ന കോണിഫറസ് ട്രീസ് ഒക്കെ ഉണ്ടാവില്ലോ, അതൊക്കെ മരമൊക്കെ വെട്ടിയിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ് വെട്ടി ഇതുപോലെ തന്നെ വിൽക്കുക. അതേപോലെ തന്നെ ഈ കൊമേഴ്ഷ്യലായിട്ട് ഷീപ്സിനൊക്കെ തന്നെ കൊമേഴ്ഷ്യലായിട്ട് വളർത്തുക, അതിൻ്റെ ഈ പറഞ്ഞ വൂളൊക്കെ വിറ്റ് എന്ത് ചെയ്യുന്നത് അവർ ജീവിക്കുന്നത് കേട്ടോ. ഇതാണ്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ എന്തുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്? ടൈഗയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത് നമ്മൾ നോക്കുന്നത് തുന്ദ്രയാണ്. തുന്ദ്രയായിട്ടൊക്കെ കുറഞ്ഞ സാധനങ്ങളിലുള്ളൂ. തുന്ദ്ര എന്ന് പറഞ്ഞാൽ ഇത് വേൾഡിനകത്ത് എവിടെയൊക്കെയാണ് കാണുന്നത്? തുന്ദ്ര റീജിയൻ മെയിനായിട്ടും കാണപ്പെടുന്ന സ്ഥലങ്ങൾ നോക്കി. ഇത് എക്സ്ട്രീംലി കോൾഡ് സോണാണ്, എല്ലാവർക്കും അറിയാം. ഇത് മെയിനായിട്ട് കാണപ്പെടുന്നത് നോക്കണേ, ദ എക്സ്റ്റെൻഡിങ് ഓഫ് നോർത്ത് ഓഫ് ദി ആർട്ടിക് സർക്കിൾ ഇൻ അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ് ആൻഡ് ദ ആർട്ടിക് കോസ്റ്റ് ഓഫ് യൂറോപ്പ് ആൻഡ് ഏഷ്യ. ആർട്ടിക് വൃത്തത്തിന് വടക്ക് അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്, യൂറോപ്പിലെയും ഏഷ്യയിലെയും ആർട്ടിക് സമുദ്രതീരങ്ങൾ ഇവിടെയൊക്കെയാണ് ഇത് വ്യാപിച്ചിട്ടുള്ളത്. ഇത് അതിശൈത്യ മേഖലയാണ്. അതായത് ശ്രദ്ധിക്കണേ, ടൈഗയിൽ നിന്ന് തുന്ദ്രയിലേക്ക് വരുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കണം, ഇത് കംപ്ലീറ്റ്ലി സ്നോ കവേർഡ് റീജിയൻ ആണ്. അതായത് കംപ്ലീറ്റ് മഞ്ഞ് മൂടപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ നോക്കി വേൾഡിനകത്ത് ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? കണ്ടോ, ഈ പറഞ്ഞ നോർത്തേൺ ഹെമിസ്ഫിയറിനകത്ത് ഈ ഒരു ഭാഗത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അത് കാണപ്പെടുന്നുള്ളൂ കേട്ടോ. കാരണം നിങ്ങൾക്കറിയാലോ, ഏറ്റവും ടോപ്പിൽ ആർട്ടിക് ഇല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏറ്റവും ടോപ്പിൽ ആർട്ടിക് ആണ്. അതിൻ്റെ ഏറ്റവും താഴെ ഭൂമിയിൽ ഏറ്റവും താഴെ ഏതാണ്? അന്റാർട്ടിക്ക എന്നറിയാം. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് കേട്ടോ കംപ്ലീറ്റും സ്നോ കവേർഡ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മരങ്ങളൊന്നും അവിടെ മരങ്ങളൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവുമെങ്കിൽ തന്നെ അത് വേനൽക്കാലത്ത് മാത്രമായിരിക്കും. ചെറിയ കുറ്റിച്ചെടികളും ചെറിയ പായലുകൾ അല്ലെങ്കിൽ മോസസ് ഒക്കെയാണ് അവിടെ കാണുക കേട്ടോ. ഓക്കെ, അത്രയും അവിടെ കാണാൻ പറ്റൂ. ഇനി നോക്കണം അവിടുത്തെ അവിടെയും സമ്മർ ഉണ്ട്. പക്ഷേ അവിടുത്തെ സമ്മർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ, വേനൽക്കാലത്തെ താപനില എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രിയാണ്, 10 ഡിഗ്രി മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വിൻ്റർ ടെമ്പറേച്ചർ, ശൈത്യകാല താപനില, അത് -25 to -40 ഡിഗ്രിയാണ് എന്ത് ചെയ്യുന്നത് അവിടുത്തെ ശൈത്യകാലത്തുള്ള താപനില. ഇനി മക്കൾസെ അവിടുത്തെ പ്രധാനമായിട്ട് അവിടെയും എന്തുണ്ട്? സ്നോഫാൾ അല്ലെങ്കിൽ മഞ്ഞുവീഴ്ചയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കാണുന്ന ഒരു സ്ഥലം തന്നെയാണ് ആ സ്ഥലം എന്ന് പറയുന്നത് അല്ലേ. ഇനി അവിടെ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, മരങ്ങളില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ മരങ്ങളില്ല മീൻസ് ഒരു വെജിറ്റേഷനായിട്ട് നമുക്ക് ആകെ കാണാൻ പറ്റുന്നത് ചെറിയ പ്ലാന്റ്സുകളാണ് മക്കളെ. ചെറിയ പ്ലാന്റ്സുകൾ അത് തന്നെ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വേനൽക്കാലത്താണ്. സോ ദ പ്ലാന്റ്സ് ഗ്രോ ഓൺലി ഇൻ സമ്മർ. മക്കളെ, ഈ പറയുന്ന വേനൽക്കാലത്ത് മാത്രമാണ് കുറച്ച് സസ്യങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാണ് ഷോർട്ട് ഷേർപ്സുകൾ, അതുപോലെ തന്നെ മോസസുകളാണ്. ഈ പറയുന്ന ചെറിയ കുറ്റിച്ചെടികൾ ഉണ്ടാവില്ല, കുറ്റിച്ചെടികൾ ഉണ്ടാവില്ലോ, ആ കുറ്റിച്ചെടികളും അതേപോലെ തന്നെ പായലുകളുമാണ് എന്ത് ചെയ്യുക അവിടെ കാണാം കേട്ടോ. ചെറിയ കുറ്റിച്ചെടികളും പായലുകളും കണ്ടോ. ഇതാ വേനൽക്കാലമാണ് കണ്ടോ. ഈ പറഞ്ഞ ഐസ് മെൽറ്റ് ആയത് കണ്ടോ, ഇവിടെയൊക്കെ ഐസ് മെൽറ്റായി, അത് വേനൽക്കാലത്താണ്. ആ വേനൽക്കാലത്ത് ഇതേപോലെ ചെറിയ രീതിയിലേക്ക് ഇവിടെ എന്ത് കാണാം? ഈ പറയുന്ന നമ്മൾ കാണുന്ന മോസസ് അല്ലെങ്കിൽ പായലുകളാണ്. നമ്മുടെ വീട്ടിലൊക്കെ കോൺക്രീറ്റിൻ്റെ ഒക്കെ മുകളിലൊക്കെ നമ്മൾ പറ്റി പിടിച്ച് കിടക്കുന്ന പായലില്ല പോലെ അതേപോലുള്ള കുറച്ച് പായലുകൾ എന്ത് ചെയ്യാം കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വേനൽക്കാലത്ത് കാണുന്നതാണ് ചെറിയ കുറ്റിച്ചെടികൾ. ഇതാണ് ഷോർട്ട് സേർബ്സ് അല്ലെങ്കിൽ ചെറിയ കുറ്റിച്ചെടികൾ, കേട്ടോ. ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത് മക്കളെ, ഈ പറയുന്ന ഈ ഒരു ഭാഗത്ത് കാണുന്നത്. ഇനി അതുകൂടാതെ ഇവിടുത്തെ പ്രധാനമായിട്ട് ഇവിടെയും ആളുകൾ താമസിക്കുന്നുണ്ട്. മക്കൾ ശ്രദ്ധിക്കണം, ഈ ടണ്ട്ര റീജൻസിനകത്തും ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ 2 ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ ആ നേറ്റീവ് പീപ്പിൾസിൻ്റെ പേരാണ്, ഒന്ന് എസ്കിമോകൾ, രണ്ടാമത്തതാണ് ലാപ്പാസ് അല്ലേ. എസ്കിമോകളൊക്കെ ഉണ്ടാക്കുന്ന വീടുകളൊക്കെ നിങ്ങൾക്കറിയാം, ഇതാണ് എസ്കിമോകൾ. ഈ എസ്കിമോകൾ ഉണ്ടാക്കുന്ന വീടുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ തന്നെ. ഇഗ്ലൂ എന്നുള്ള പേരിലാണ് അല്ലേ, ഐസ് കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, വീടുകൾ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തത് വരുന്നത് ലാപ്പാസ് ആണ്. ഇവരാണ് ലാപ്പാസ് കേട്ടോ. ഇവരൊക്കെ തന്നെ ഒരു സെമി നൊമാഡിക് ലൈഫാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഒരു സെമി നൊമാഡിക് ലൈഫാണ്. സെമി നൊമാഡിക് ലൈഫ് എന്ന് പറഞ്ഞാൽ അർദ്ധനാടോടി ജീവിതമാണ്. അതായത് അർദ്ധനാടോടി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നില്ല, അവർ താമസിക്കുന്നില്ല.
താമസിക്കുന്നില്ല. ഓരോ സ്ഥലത്തും കാലാവസ്ഥയ്ക്ക് മാറുന്നതിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യും, അവരിങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേ എന്ത് ചെയ്യും, അവർ ഇരിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ മക്കൾസെ ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ചോദിച്ചിട്ടുള്ള, ശ്രദ്ധിക്കണം, കമ്പയർ ദ ഫീച്ചേഴ്സ് ഓഫ് ടൈഗ ആൻഡ് തുന്ദ്ര ക്ലൈമാറ്റിക് റീജിയൻ. ഈ ടൈഗ, ടണ്ട്ര എന്നീ കാലാവസ്ഥാ മേഖലയുടെ സവിശേഷതകൾ തമ്മിൽ താരതമ്യം ചെയ്യുക എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് ഇതാണ് നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്. മക്കളെ ഇത് ചോദിക്കുകയാണെങ്കിൽ മക്കൾ ഓർത്ത് വെച്ചോ, ഒരു 5 മാർക്സിന് അല്ലെങ്കിൽ ഒരു 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. നിർബന്ധമായിട്ട് അത് പഠിച്ചു വെച്ചോളണം, എന്നിട്ടേ നിങ്ങൾക്ക് എക്സാമിന് പോകാൻ പറ്റുള്ളൂ. ഇനി ഞാൻ പറയുന്നു, ഇതിനകത്ത് നമ്മളിപ്പോൾ ടൈഗ വന്നല്ലോ, ടൈഗയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു 2 മാർക്കിനൊക്കെ ടൈഗയിൽ നിന്നൊരു സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു 2 മാർക്കിന്, ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ തന്നെയാണ്, ഒന്ന് ജസ്റ്റ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ റീസൺ വൈ ദ ടൈഗ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ? മക്കളെ ശ്രദ്ധിക്കണം, അവിടെ പറയുന്നുണ്ട് ടൈഗ ക്ലൈമാറ്റിക് റീജിയൻ അല്ലേ, ഈ പറഞ്ഞ ടൈഗ കാലാവസ്ഥ മേഖല ദക്ഷിണാർദ്ധഗോളത്തിൽ അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിനകത്ത് കാണപ്പെടാത്തതിൻ്റെ കാരണം എന്താണ്? കാരണം ഇത് സദേൺ ഹെമിസ്ഫിയറിൽ എന്ത് ചെയ്യുന്നില്ല, കാണപ്പെടുന്നില്ല. അതിൻ്റെ റീസൺ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നോക്കുക, ഈ പറഞ്ഞ ടൈഗ നോക്കിക്കോ, എല്ലാവരും നോക്കിയേ, ഇതാണ് ടൈഗ, കണ്ടോ? ഈ ടൈഗ എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയുന്നതാണ്, വേൾഡിൽ ഈ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഏത് ഇക്വേറ്റർ, ഈ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നതാണല്ലോ ഇക്വേറ്റർ. അപ്പം ഇത് ഇക്വേറ്ററിൽ നിന്ന് ഈ നോർത്തേൺ ഹെമിസ്ഫിയർ പോകുന്ന സമയത്ത് ഇവിടെ മാത്രമേ ഇത് കാണുന്നുള്ളൂ. മക്കളെ ഈ ഒരു ഭാഗത്ത് ഇതില്ല അല്ലേ, സദേൺ ഹെമിസ്ഫിയറിൽ ഇത് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ നമുക്കുണ്ട്, ഇവിടെ നമുക്കത് എന്ത് ചെയ്യുന്നില്ല, കാണാൻ വേണ്ടി പറ്റുന്നില്ല. എന്തുകൊണ്ട് സദേൺ ഹെമിസ്ഫിയറിൽ കാണുന്നില്ല? കണ്ടല്ലോ, ഞാൻ ഈ ഒരു മാപ്പ് നിങ്ങൾ നോക്കി കണ്ടോ, വേൾഡിനകത്ത് ഈ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ, ഇവിടെ ഒന്നും അത് കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഇതെന്തില്ല, ഈ ലാൻഡ് ഏരിയ നിങ്ങൾ നോക്കി, ഇവിടെ കംപ്ലീറ്റ് ഓഷ്യനാണ്, കണ്ടോ, ഇവിടെ കംപ്ലീറ്റും ഓഷ്യൻസ് ആണ് വരുന്നത്, സമുദ്രമാണ് വരുന്നത്. ഇവിടെ എന്തില്ല, ഇവിടെ ഉള്ളതുപോലെ ലാൻഡ് ഏരിയ എവിടെ ഇല്ല, ഈ പറഞ്ഞ സദേൺ ഹെമിസ്ഫിയറിൽ ഈ ഭാഗത്തില്ല. അത് തന്നെയാണ് റീസൺ കേട്ടോ. അപ്പോൾ അതാ മക്കളെ നിങ്ങൾ നോക്കിക്കോ, അതിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രീതിയിലേക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ ചെയ്തേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 മാർക്കിനാണ് ചോദിക്കുക, 2 മാർക്കിനാണ് ആ ചോദ്യം ചോദിക്കുക. എന്താണ് അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നോക്കി മക്കളെ, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, ടൈഗ ക്ലൈമാറ്റിക് റീജിയൻ ആബ്സെൻറ്റ് ഇൻ ഹൈ ലാറ്റിറ്റ്യൂഡ്സ് ഇൻ സദേൺ ഹെമിസ്ഫിയർ ബിക്കോസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ലാൻഡ് മാസ് ഈസ് ജനറലി ലെസ്. അവിടെ മെയിനായിട്ട് പറയുന്നുണ്ട്, ദക്ഷിണാർദ്ധഗോളത്തിൽ ഉയർന്ന അക്ഷാംശങ്ങളിൽ വൻകരകളുടെ വ്യാപ്തി പൊതുവെ കുറവായതിനാൽ ടൈഗ മേഖല കാണപ്പെടുന്നില്ല. ഓർത്ത് വെച്ചോളൂ. അപ്പോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാൻഡ് മാസ് ഈസ് ജനറലി ലെസ് ഇൻ സദേൺ ഹെമിസ്ഫിയർ. ഈ പറയുന്ന ദക്ഷിണാർദ്ധഗോളത്തിനകത്ത് കരഭാഗം വളരെ കുറവാണ്. അത് തന്നെയാണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോളേ, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റെഡി. ഇനി മക്കൾസെ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഹിസ്റ്ററി ഭാഗത്തു നിന്ന് വരുന്ന പ്രധാനപ്പെട്ട സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ് നമുക്ക് ഇനി എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരുപാട് പബ്ലിക് ലൈവുകൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആപ്പിനകത്ത് ഈ നിങ്ങൾക്കറിയാം, ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ റിവിഷനായിട്ടൊക്കെ എന്ത് ചെയ്തു കഴിഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിനകത്തും നമുക്ക് പബ്ലിക് ലൈവുകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ പറയുക, ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓണം എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ ക്ലാസ് റൂമിൽ തന്നെ നിങ്ങൾ ഈ പറയുന്ന മാർക്ക് അടിസ്ഥാനത്തിലൊക്കെ തന്നെ പലപ്പോഴും ക്ലാസ്സുകളൊക്കെ ഷഫിൾ ചെയ്യുന്നത് ഓണം മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം അത്രയും നേരത്തെ തന്നെ എന്ത് ചെയ്യുന്നു, സ്കൂളുകളൊക്കെ തന്നെ നിങ്ങളെ പ്രിപ്പയർ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, എത്തിച്ചേരണം. സ്വാഭാവികമായിട്ട് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, അതിനനുസരിച്ച് എന്ത് ചെയ്യും, സെറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഓണം എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണം. ഓണം എക്സാമിൽ മാർക്ക് കുറഞ്ഞു പോയിട്ട് അയ്യോ എനിക്ക് എക്സാമിന് മുൻപ് കുറച്ച് പഠിക്കാമായിരുന്നല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഓണം എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ, നമുക്ക് സമയമല്ല. അപ്പോൾ എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി അങ്ങനെയല്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഓരോ ചാപ്റ്ററും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കുറഞ്ഞ ക്ലാസ്സുകൾക്കൂടെ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ ഉണ്ട്. അത് മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച് തന്നെയാണ്. മക്കളെ, അസ്ത്ര 3.0, അതായത് ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടി അസ്ത്ര 3.0 എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ഫ്രീഡം ഓഫർ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഓഫർ കൂടിയുണ്ട്. അതായത് ഭയങ്കരമായിട്ടുള്ള റിഡക്ഷൻ കൂടിയുണ്ട്. മുൻപുണ്ടായിരുന്ന ആ ഒരു പൈസയൊന്നും ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വരുന്നില്ല. അപ്പോൾ ഫ്രീഡം ഓഫറാണ്. ഫ്രീഡം ഓഫർ കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ ഫ്രീഡം ഓഫർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, താഴെ കാണുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 9995400800 എന്ന് പറഞ്ഞാൽ ഈ നമ്പറിൽ പെട്ടെന്ന്
പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അസ്ത്രേൻ്റേത് അറിയാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അസ്ത്രേൻ്റെ ഭാഗമായി മാറട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഏകദേശം ഒരു 20,000 25,000 കുട്ടികളോളം ഇപ്പോൾ നിലവിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു നോക്കുക എങ്ങനെയുണ്ട് ക്ലാസ്സുകൾ, എന്നിട്ട് അവർ എങ്ങനെയാണോ നിങ്ങളോട് പറയുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഉടനെ ജോയിൻ ചെയ്യുക കേട്ടോ. ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, റെഡി. ഇനി മക്കളെ നമുക്കിത് അടുത്ത് നോക്കാം. അടുത്തതാണ് സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററാണ്. മക്കളെ ഈ ചാപ്റ്റർ ചില ആൾക്കാരൊക്കെ പറയും സാറേ ഭയങ്കര ടഫാണ്, ഇതെങ്ങനെയാണ് ഞങ്ങൾ പഠിക്കുക, ഭയങ്കര ടഫാന്ന് നോക്കും. എടാ ആക്ച്വലി ഇത് വലിയ ടഫ് ചാപ്റ്റർ ഒന്നല്ല, വലിയ ഇതൊന്നുമല്ല. ഇതിലാകെ 2-3 കൺസെപ്റ്റുകളാണ് പഠിക്കാനുള്ളത്. അത് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഞാൻ ഈ ഒരു പിക്ചറിലൂടെ ആ സാധനം ആക്കി തരാം. ആപ്പിലൊക്കെ ഉള്ള ക്ലാസ്സുകളൊക്കെ ഉള്ള ആളുകൊണ്ടാണ് ചോദിച്ചാൽ മതി. ഈ ഒരു ജസ്റ്റ് ഒരു പിക്ചറിലൂടെ സാധനം കിട്ടും. നിങ്ങൾ നോക്കിയോ. അതായത് ഒരു വ്യക്തി നോക്കിയിട്ടോ, ഒരു വ്യക്തി കണ്ടോ, ഇതുപോലെ തന്നെ അദ്ദേഹം ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സക്സസ് വേണം. അപ്പോൾ അതിന് വേണ്ടി എന്താണ് അദ്ദേഹം ഇതുപോലെ തന്നെ ഈ മുകളിലേക്ക് അദ്ദേഹത്തിന് ഒരുപാട് ഉയരങ്ങളിലേക്ക് അദ്ദേഹം എത്തണം. ശ്രദ്ധിക്കണേ, ആദ്യ സമയത്ത് ഇദ്ദേഹം നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഈ കോമൺ സെൻസ് നോളേജ് മാത്രമേ ഉള്ളൂ, പൊതു എന്താണ് സാമാന്യ ബോധജ്ഞാനം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റെപ്പ് ഉണ്ടെന്നോ അതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഇങ്ങനെ എന്താണ് ഇതുപോലെ സ്തംഭിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവുകളൊക്കെ എന്താണ് വളരെ കുറവാണ്. അപ്പോൾ അത് ഇങ്ങോട്ടൊന്നും അദ്ദേഹം ശ്രമിക്കുന്നില്ല. പക്ഷേ ഈ സാമാന്യ ബോധജ്ഞാനം മാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു അറിവ് മാത്രം വെച്ചിട്ട് സക്സസ്സിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല. പകരം എന്ത് ചെയ്യണം, ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകണം. ആ സ്റ്റെപ്പ് നമ്മളെ കൊണ്ട് കയറുന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പുകളാണ് സോഷ്യൽ അനാലിസിസ് അല്ലെങ്കിൽ സാമൂഹിക വിശകലനം. അപ്പം സാമാന്യ ബോധജ്ഞാനം മാത്രം ഉണ്ടായിട്ട് കാര്യമല്ല, എന്ത് വേണം, ഈ നമ്മുടെ ജീവിതത്തിനകത്ത് സോഷ്യൽ അനാലിസിസ് അല്ലെങ്കിൽ സാമൂഹിക വിശകലനം അതൊരു സ്റ്റെപ്പാണ്. അതൊരു ഇതുപോലത്തെ എന്താണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാനുള്ള ഒരു സ്റ്റെപ്പാണ്, ഒരു പടിയാണ്. അങ്ങനെ അവസാനം നിങ്ങൾ എത്തുന്ന സക്സസ് എന്ന് പറഞ്ഞാൽ അതാണ് ഈ പറയുന്ന സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ നിങ്ങൾക്കറിയാം, സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹിക വിശകലനം സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്നാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ആലോചിച്ച് വെച്ചോളാം, ഇതാണ് നമ്മൾ ഈ രീതിയിലേക്കാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുള്ള ചോദ്യം, വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് കോമൺ സെൻസ് നോളജ് ഡെവലപ്പ്? അപ്പോൾ എല്ലാവർക്കും അറിയാം സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെ എന്നാണ് ചോദിച്ചത്. കോമൺ സെൻസ് നോളജ് എന്ന് പറഞ്ഞാൽ അത് ഫോർമൽ അല്ല, അതൊരു ഓതൻറ്റിക് അല്ല എന്നുള്ളതൊക്കെ അറിയാം. ഇറ്റ് ഈസ് നോട്ട് ഫോർമൽ അല്ലേ, അതൊരു ഫോർമൽ അല്ല, ഔപചാരികമായിട്ടുള്ള ഒന്നല്ല. കാരണം അതല്ല ഏറ്റവും ശരിയായിട്ടുള്ളത് കേട്ടോ. കോമൺ സെൻസ് നോളജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയൊരു അറിവാണ് കേട്ടോ, ചെറിയൊരു അറിവാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഉണ്ടാകുന്നത്, നമുക്ക് എങ്ങനെയൊക്കെയാണ് ആ അറിവുകൾ ഉണ്ടാകുന്നത്? ഒന്ന്, ത്രൂ പേഴ്സണൽ എക്സ്പീരിയൻസസിലൂടെയാണ് അല്ലേ, വ്യക്തിഗത അനുഭവങ്ങളിലൂടെയാണ്. മക്കൾ ആലോചിച്ച് നോക്കുക, ഒരു വ്യക്തിനെ ആലോചിച്ചാൽ മതി. ജസ്റ്റ് എന്ത് ചെയ്താൽ തരാം, നിങ്ങൾ ഒരു വ്യക്തിയെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെയാണ് മക്കളെ ഒരു വ്യക്തിക്ക് അറിവുണ്ടാകുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെയാണ് അയാൾക്ക് അറിവുണ്ടാകുന്നത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെ അറിവുണ്ടാകുന്നു വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്തിലൂടെ കിട്ടും? എക്സ്പീരിയൻസിലൂടെ, അനുഭവത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന് അറിവുകൾ കിട്ടുന്നുണ്ട് എക്സ്പീരിയൻസിലൂടെ അല്ലേ. പിന്നെ രണ്ടാമത്തത് നിങ്ങൾ നോക്ക്, അയാൾക്ക് എങ്ങനെയൊക്കെ അറിവ് കിട്ടും? ഈ പറഞ്ഞ ഒബ്സർവേഷനിലൂടെ അല്ലേ. നമ്മൾ ചില ആൾക്കാരൊക്കെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നതിലൂടെ, അതിലൊക്കെ നമുക്ക് നിരീക്ഷണത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അറിവുകൾ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തത് നമുക്ക് ഈ പറഞ്ഞ ബിലീഫ്സിലൂടെ, ചില വിശ്വാസങ്ങൾ നമുക്കുണ്ട്, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് എങ്ങനെയൊക്കെ അറിവ് കിട്ടുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നോക്ക്, പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ, ഒബ്സർവേഷനിലൂടെ, ജനറൽ ഒബ്സർവേഷനിലൂടെ, നോംസ്, അതുപോലെ തന്നെ പ്രാക്ടീസസിലൂടെ, ബിലീഫ്സിലൂടെ, അനുഭവങ്ങളിലൂടെ, പൊതു നിരീക്ഷണത്തിലൂടെ, വഴക്കങ്ങളിലൂടെ, ശീലങ്ങളിലൂടെ, വിശ്വാസങ്ങളിലൂടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അറിവുകൾ കിട്ടുന്നുണ്ട്. പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളേ, മെയിനായിട്ടും ഇതെങ്കിലും പഠിച്ചു വെച്ചോളൂ കേട്ടോ. എക്സ്പീരിയൻസിലൂടെ, ഒരാളുടെ അനുഭവങ്ങളിലൂടെ കിട്ടുന്നുണ്ട്, ഒബ്സർവേഷനിലൂടെ അല്ലേ, നമ്മൾ ഈ നിരീക്ഷണത്തിലൂടെ കിട്ടുന്നുണ്ട്, ബിലീഫ്സ് അല്ലെങ്കിൽ വിശ്വാസങ്ങളിലൂടെ കിട്ടുന്നുണ്ട്. ഓർത്ത് വെച്ചോളേ. റെഡി. ഇനി അടുത്തത് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മക്കളെ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? എക്സാമിന് ചോദിക്കും, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? മക്കളെ ഇത് ഒരു 4 മാർക്ക് അല്ലെങ്കിൽ ഒരു 4 മാർക്കിനാണ് എന്ത് ചെയ്യുക ചോദിക്കുക, ഒരു 4 മാർക്സിനാണ് എന്ത് ചെയ്യുക ചോദിക്കുക, ഒരു 4 മാർക്കിന്. മക്കളെ ഒരു 4 മാർക്കിന് ചോദിക്കുമ്പോൾ മൊത്തം ഒരു 6ഓളം പോയിന്റ് ഇതിനകത്തുണ്ട്. 6ഓളം പോയിന്റ് നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിലും മിനിമം ഒരു 4 പോയിന്റെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അതായത് മക്കൾ ശ്രദ്ധിക്കുക, നമുക്ക് ഈ പറയുന്ന സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, ഞാൻ പറഞ്ഞാൽ ഏറ്റവും പീക്കാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷനിൽ ഏറ്റവും പീക്കാണ്. അതായത് എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ നമ്മൾ എന്താണ് അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലൂടെയൊക്കെ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ, സമൂഹത്തിനകത്ത് സ്ത്രീകൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അന്നേരം പറയേണ്ടത് എന്താണ്, പുരുഷന്മാരാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്നല്ല നമ്മൾ പറയേണ്ടത്. കാരണം അതെന്താണ്, എല്ലാ പുരുഷന്മാരും പ്രശ്നക്കാരല്ല. നമുക്ക് ഏതെങ്കിലും 1-2 ആൾക്കാരൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമുക്ക്
സ്ത്രീകൾക്കെതിരെ സമൂഹത്തിനകത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. കളവ്, നമ്മുടെ സമൂഹത്തിനകത്ത് കളവ് നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും പറയാം ഈ കള്ളന്മാർ, ഈ കള്ളന്മാർ എല്ലാവരും എന്ത് ചെയ്യണം, തുറുങ്കിലടയ്ക്കണം, അല്ലെങ്കിൽ കള്ളന്മാരെ ഇതാക്കണം. കള്ളന്മാരെ നമ്മൾ ശിക്ഷിക്കുകയൊക്കെ വേണം. പക്ഷേ കള്ളന്മാരെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ സമൂഹമാണ് അല്ലേ. ഒരാളും മോഷ്ടാവായിട്ട് ഒരാളും ജനിക്കുന്നില്ല, ഒരാളും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സമൂഹങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളാണ് അവനെ കള്ളനാക്കുന്നത്, എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താവണം, സൊസൈറ്റിക്കകത്ത് മാറ്റങ്ങൾ വരണം അല്ലേ. അപ്പോൾ ഇത്തരത്തിലേക്ക് പ്രശ്നങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ വലിയൊരു ഉയർന്ന തലത്തിലേക്ക് കാണുകയാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രത്യേകതകളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ചോദിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ മക്കളെ നോക്കുക, അവിടെ പറയുന്നുണ്ട് ബ്രോഡർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവാണ്. ബ്രോഡർ അല്ലേ, ബ്രോഡർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവാണ്. അത് നിങ്ങൾക്കറിയാം വിശാല വ്യക്തിഗത വീക്ഷണം ഉണ്ടാകുന്നുണ്ട് അല്ലേ. വിശാല വ്യക്തിഗത വീക്ഷണം എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. അതാണ് ഫസ്റ്റ് വൺ. ഇതിൻ്റെ അടുത്ത് നോക്ക്, സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നു. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു, ആഴത്തിൽ. സാമൂഹിക പ്രശ്നങ്ങളെ വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നു. സ്വയം പ്രതിഫലനം, സെൽഫ് റിലയൻസ്, സെൽഫ് റിയലൈസേഷൻ, റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്, അതുപോലെ തന്നെ സെൽഫ് റിഫ്ലക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സാധ്യമാകുന്നുണ്ട്. അതേപോലെ തന്നെ എംപതി ആൻഡ് ടോളറൻസ്, ഈ പറഞ്ഞ സഹിഷ്ണുതയും അനുതാപവും എന്ത് ചെയ്യുന്നുണ്ട്, വളരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മക ചിന്ത നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വളരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യനിങ് നെഗറ്റീവ് സോഷ്യൽ നോംസ്, അതായത് ഈ പറയുന്ന ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യാൻ എന്ത് ചെയ്യും, നമ്മൾ തയ്യാറാകുന്നു. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട 6 പോയിന്റ് ഉണ്ട്. ഞാൻ പറയുന്നു ഈ ഒരു 6 പോയിന്റ്സിനകത്ത് നിങ്ങൾക്ക് എല്ലാം പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു 4 പോയിന്റെങ്കിലും മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, പഠിച്ചു വെച്ചോളാം. ഓക്കെ, റെഡി, സെറ്റ് അല്ലേ. അപ്പോൾ ഇത് ഓർമ്മിച്ച് വെച്ചോളാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ വരാൻ സാധ്യതയുള്ള ചോദ്യം തന്നെയാണ്. അപ്പോൾ മക്കൾസെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ പറയാണ്. കമ്പയർ ദ കോമൺ സെൻസ് നോളേജ് അപ്രോച്ച് ആൻഡ് ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ച്. സാമാന്യ ബോധജ്ഞാന സമീപനവും സമൂഹശാസ്ത്ര സമീപനവും താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു. ഇനി ഇതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ അടുത്ത് നമുക്ക് ലൈവുകളുണ്ട്, ഒരുപാട് പബ്ലിക് ലൈവുകളുണ്ട്. ആ ലൈവിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, പറയും. അപ്പോൾ മക്കൾ എല്ലാ ആൾക്കാരും ഫ്രണ്ട്സിനെ കൂടി എന്ത് ചെയ്യണം, വിളിച്ച് ആ ലൈവിനകത്ത് പങ്കെടുക്കണം. ഇനി ഞാൻ പറയട്ടെ, വേറൊരു ഒറ്റ കാര്യം കൂടി നിങ്ങളോട് പറയാണ് മക്കളെ. നിങ്ങൾക്ക് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് പഠനം ഈസിയാക്കാൻ വേണ്ടി സൈലത്തിൽ നിന്നും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു കിടിലൻ ഓഫറാണ്. അത് ഓൺലൈൻ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. നിലവിലുണ്ടായിരുന്ന ക്യാഷിനേക്കാളൊക്കെ ഒരുപാട് ഡിസ്കൗണ്ടിലാണ്. അതും ഫ്രീഡം ഓഫറിൻ്റെ ഭാഗമായിട്ട് ഒരു ടാബ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതും എന്ത് ചെയ്യാൻ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു പഠിക്കാനൊക്കെ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ മൊബൈൽ ഫോണിലായിരിക്കും. ചില മൊബൈൽ ഫോണൊന്നും ചിലപ്പോൾ വീട്ടുകാർ കൊണ്ടുപോകുമായിരിക്കും. അപ്പോൾ പലപ്പോഴും ക്ലാസ് ഒന്നും മര്യാദയ്ക്ക് ചിലപ്പം ഇതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റാത്ത കുട്ടികളായിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പഠിക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ടാബ്ലറ്റ് എന്ത് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വലിയൊരു ഓഫറാണ്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഇതുപോലെ ഉപയോഗിക്കുക. പിന്നെ വേറെ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടായിരുന്ന കേട്ടോ. അപ്പോൾ ഇത്തരത്തിലേക്ക് കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അപ്പം ആദ്യം പറഞ്ഞിട്ടുള്ള നമ്മുടെ നെക്സ്റ്റ് എക്സാം വീണ്ടും ഓർമ്മിക്കുക കേട്ടോ. നല്ല കഴിവുള്ള മക്കളാണ് എൻ്റെ മുൻപിലുള്ളത്. അപ്പോൾ അവർക്കൊക്കെയുള്ള വലിയൊരു എന്താണ്, സൈലം തരുന്ന വലിയൊരു ഓഫറാണ്. സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് സൗജന്യമായിട്ട് വരാനുള്ള ഒരു ഓഫറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എക്സാം സീരിയസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, എഴുതുക കേട്ടോ. എക്സാമൊക്കെ കഴിയുമല്ലോ, ഓണം എക്സാമൊക്കെ കഴിയും. ബാക്കിയുള്ള സമയത്തില്ലേ ഓണം എക്സാം, ഇപ്പം നിങ്ങൾ ഓണം എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യൂ. അതിനുശേഷം അതിനായിട്ട് ഇരിക്കുക കേട്ടോ. അതിനായിട്ട് തന്നെ ഇരിക്കുക. സെപ്റ്റംബർ മാസത്തിലൊക്കെ വരുന്ന എക്സാം നന്നായിട്ട് എന്ത് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക മക്കളെ. സോ എല്ലാ ആൾക്കാരെയും നമ്മുടെ അസ്ത്ര 3.0 ഞാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഇനി വേണ്ടത് എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് കമൻറ്റ് ചെയ്യുക. നന്നായി പഠിക്കുക, ഉഷാറായി പഠിക്കുക. ഈ ഓണം എക്സാമിന് ഫുൾ മാർക്ക് നമുക്ക് നേടണം. നിങ്ങൾക്ക് പറ്റും മക്കളെ, നിങ്ങൾക്ക് പറ്റും. അടിപൊളി മക്കളാണ്, സൂപ്പർ മക്കളാണ്, നിങ്ങൾക്കത് കഴിയണം. സോ ബൈ മക്കളെ, ലൈവിൽ കാണാം മക്കളെ, ബൈ.